കെഎസ്ഇബിയുടെ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബിയുടെ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കട്ടപ്പന കെഎസ്ഇബി ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കെഎസ്ഇബിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ജില്ലാ സെക്രട്ടറി എസ് സുധീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഈ നാട്ടിലെ ജനങ്ങളെ ഇന്ന് ബാധിക്കുന്ന, ഈ നാട്ടിലെ സ്ഥാപനങ്ങളെ ഇന്ന് ബാധിക്കുന്ന, ഈ നാട്ടിൽ തൊഴിലിടങ്ങളെ ഇന്ന് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് സമരം എടുത്തേ തീരൂ. വി.ഡി. സതീശനെയും കൂട്ടരെയും ജനം തിരഞ്ഞെടുത്തു. അവർ ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഭരിക്കാൻ അറിയാതെ ഭരിക്കുന്നതിന്റെ പ്രശ്നമുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരം സംഘടിപ്പിക്കുന്നത് എന്ന് ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നിതൊരു സൂചനാ സമരം മാത്രമാണ്. ഇന്ന് ഞങ്ങൾ കെഎസ്ഇബി ഓഫീസിന്റെ പടിക്കൽ കൊണ്ട് സമരം അവസാനിപ്പിച്ചു. ഞങ്ങൾ കെഎസ്ഇബി ഓഫീസിന്റെ മുകളിൽ കൊടി നാട്ടണമെന്ന് വിചാരിച്ചാൽ കൊടി നാട്ടുന്ന സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾക്ക് പോലീസൊന്നും പ്രശ്നമല്ല. ഏത് പോലീസ് നിന്നാലും ഈ കെഎസ്ഇബി ഓഫീസിന്റെ മണ്ണിൽ കൊടി നാട്ടിയാണ് സമരം സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങൾക്കകത്ത് ഈ നാടിനകത്ത് ഇത്തരത്തിൽ പവർക്കെട്ടുണ്ടായാൽ ഒരു തർക്കവും വേണ്ട. കെഎസ്ഇബി ഓഫീസിനകത്തേക്ക് വരാനും ഞങ്ങൾ മടിക്കില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ കോൺഗ്രസിന്റെ പ്രതികരിച്ചു വൈദ്യുതി യുഡിഎഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തുടർച്ചയായി വൈദ്യുതി മുടക്കി വ്യാപാര വ്യവസായ മേഖലകളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു. ബേക്കറികൾ, ഹോട്ടലുകൾ, കോൾഡ് സ്റ്റോറേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട ഗതികേടിലാണ്. രാത്രികാലങ്ങളിലെ വൈദ്യുതി മുടക്കം വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നു. ജനജീവിതം ദുസ്സഹമാക്കുന്ന വൈദ്യുതി വകുപ്പിനെതിരെ ജനം പ്രതിഷേധിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് എം ശിവകുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി നിയാസ് അബു, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, ലിജോ ജോസ്, ജോബിറ്റ് ആന്റണി, അജോ സെബാസ്റ്റ്യൻ, ഇ ബെഞ്ചമിൻ, ആശാ സോമൻ എന്നിവർ സംസാരിച്ചു. കുന്തളംപാറ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100-ലേറെ പ്രവർത്തകർ അണിനിരന്നു. വൈദ്യുതി മുടക്കുമ്പോൾ തെളിക്കാനായി വ്യാപാര സ്ഥാപനങ്ങളിൽ മെഴുകുതിരികളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.